എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പൈതണിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ നോക്കിയായിരുന്നു. അതിനകത്ത് നമ്മൾ ചെറുതായിട്ട് ജസ്റ്റ് പ്രിൻ്റ് കൊടുത്ത് എങ്ങനെയാണ് പൈതണിൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. അപ്പം ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന അതിനകത്ത് വേരിയബിൾസും സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ എന്താണ്, അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സെഷനും എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആകാതെ മാക്സിമം ഷോർട്ടാക്കി വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളൊരു റെഗുലർ ക്ലാസ്സിൽ ഇരുന്ന് കേൾക്കുന്നതും ഒരു വീഡിയോ വ്ളോഗ് വഴി ഒരു വ്ളോഗിൽ നിന്ന് നമ്മൾ ക്യാപ്ചർ ചെയ്തെടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കുറേ അതായത് ഒരു ജസ്റ്റ് ഒരു പോയിൻ്റ് വീതം അങ്ങ് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ഇഫക്റ്റീവായി കിട്ടത്തുള്ളൂ. ഇപ്പോൾ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് റിപ്പീറ്റ് ചെയ്ത് നോക്കിയെങ്കിൽ അത് കുറച്ചുകൂടെ എന്താ പറയുക, ഒരു അതിൻ്റെ ആ ഒരു ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻസ്റ്റലേഷനാണ് എങ്കിൽ ആ ഇൻസ്റ്റലേഷൻ ശരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ടൈം അത്രയേ ഉള്ളൂ. അതാണ് ഈ കുറച്ച് തരുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായമുണ്ട്, ഇത്രയും പോരാ, ഒരു ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ജസ്റ്റ് ഒരു 1 hour അങ്ങനെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഞാനതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾസ്, എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ എന്താണ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്ത് എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പം വാല്യൂ, അതുപോലെ തന്നെ വാല്യൂവിൻ്റെ ടൈപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുക, നമ്മൾ ഈ ഹലോ വേൾഡ് എന്ന് നമുക്കിപ്പോൾ പ്രിൻറ്റ് ചെയ്ത് വന്നു. അപ്പോൾ പ്രിൻറ്റ് ചെയ്ത് വന്നതിനെയാണ്, അതായത് പ്രിൻറ്റ് മീൻസ് നമ്മൾ പ്രിൻറ്റ് കൊടുത്തു, ബ്രാക്കറ്റ് ഇട്ടു, ഡബിൾ കോട്ട്സ് ഇട്ടു, ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തു, ഡബിൾ ക്ലോസ് ഇട്ട് ക്ലോസ് ചെയ്തു, ക്ലോസിങ് ബ്രാക്കറ്റ് ഇട്ടു, എൻ്റർ കൊടുക്കുമ്പം നമുക്ക് എന്താണോ ആ വരുന്ന ആ ഒരു ഔട്ട്പുട്ട്, അതിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാല്യൂവിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാണ് സ്ട്രിങ്, രണ്ടാമത്താണ് ഇൻറ്റീജർ. അപ്പം 2 രീതിയിലാണ് വാല്യൂസിനെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വേർഡ് ലെറ്റേഴ്സ്, സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ലെറ്റേഴ്സാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഹലോ എന്ന് പറയുന്ന വേർഡാണെങ്കിൽ HELLO, ആ ഒരു വാക്ക് വരുമ്പോൾ അതിനെ സ്ട്രിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സിന് നമ്മൾ ഇൻറ്റീജർ എന്ന് പറയും. ഇപ്പോൾ ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നോ ഒന്നിൽ കൂടുതലോ നമ്പേഴ്സിനായിരിക്കും ഇൻറ്റീജർ കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മളിപ്പം പ്രിൻ്റ് കൊടുത്തിട്ട് 2+2 എന്നിട്ട് കഴിഞ്ഞ് സെൻറ്റർ കൊടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് 4 എന്ന ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ വരുന്ന ആൻസറും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന 2 അതെല്ലാം ഇൻറ്റീജർ എന്നൊരു സെഷനിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. ഇപ്പം 23.214 ഇത് ഏത് കാറ്റഗറി പെടും? ഇൻറ്റീജറാണോ സ്ട്രിങ് ആണോ? ഇങ്ങനെയുള്ളതിനെ നമ്മൾ ഡെസിമൽ ചേർത്ത് വരുന്നതിന് നമ്മൾ പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സ് എന്നാണ്. അതായത് ഡെസിമലിന് ശേഷം ഒരു പോയിൻ്റ് ഇട്ട് അതിന് ശേഷം വരുന്നത് കുറേ നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ടൊരു ഫോർമാറ്റിലേക്ക് മാറുകയാണ്. അത് നമ്പർ എന്നുള്ള കൂട്ടത്തിൽ വരുന്നില്ല, അതിനെ വേറൊരു ഫോർമാറ്റിലേക്കാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ വേരിയബിൾസിൻ്റെ പ്രോഗ്രാം എന്താ പറയുക, പ്രോഗ്രാമിൽ തന്നെ ഇപ്പോൾ നമുക്ക് വാല്യൂസിനകത്ത് വരുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ, സ്ട്രിങ് എന്നും ഇൻറ്റീജർ എന്നും പറഞ്ഞ്. ഇത് ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും വരും. ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വരുമ്പോഴത്തേക്കിന് അതിനെ നമ്മൾ മൂന്നാമതൊരു ഹെഡായിട്ടല്ല നമ്മൾ കൂട്ടുന്നത്, ഈ സ്ട്രിങ്ങിൻ്റെയും ഇൻറ്റീജറിൻ്റെയും കൂടെ തന്നെ ഉള്ളൊരു സബ് പോയിൻ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മളതിനെ കൂട്ടത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് മാത്രം, സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് മാത്രം. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഉണ്ട്. എന്നാൽ ആ നമ്പറിനെ പോയിൻ്റ് ചെയ്ത് ഡെസിമലോട് കൂടി വരുന്ന ഒരു ഇത് എന്താ പറയുക, ഒരു സെക്ഷനും കൂടെ വരുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ മറ്റൊരു ഫോർമാറ്റിലാക്കിയിട്ട് ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം വേരിയബിൾസ്. അപ്പം വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു പേരാണ്,
ഈ വേരിയബിൾ റെഫർ ചെയ്യുന്നത്. ഉദാഹരണത്തിനായിട്ട് ഇപ്പം നമുക്കൊരു വാല്യൂ ഇപ്പോൾ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കിനും ആ മെസ്സേജിനകത്ത് ഇപ്പം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അത് നമ്പറാണ്, ഇന്നതാണ് എന്നുള്ളതിനെയാണ് ആ വേരിയബിൾ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെയിം ആയിരിക്കും. അതിനകത്ത് സ്ട്രിങ് കാണാം, ഇൻറ്റീജർ കാണാം, ഫ്ലോട്ട് കാണാം, വാട്ടെവർ എന്തെന്നുള്ളതല്ല. നമ്മൾ ആ ഒരു വാല്യൂ നമ്മളൊരു റിപ്ലൈ കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കമാൻഡ് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നത് ജസ്റ്റ് ഇന്നതാണ്. ഒരു റിക്വസ്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ പ്രിൻറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് സോ ആൻഡ് സോ ക്ലോസിങ് ബ്രാക്കറ്റ് എൻ്റർ കൊടുക്കുമ്പോൾ എന്താണോ നമുക്ക് വരുന്നത്, അപ്പോൾ ആ വരുന്ന ഔട്ട്പുട്ടിന് നമ്മളൊരു പേരിട്ട് വിളിക്കുന്നു. ആ പേരിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാലുള്ളത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മളൊരു കമാൻഡ് കൊടുത്തു, അത് ഈക്വൽസ് ടു, ഇപ്പം നമ്മുടെ എന്താ പറയുക ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം മെസ്സേജ് ഈക്വൽസ് എന്താ പറയുക കോഡ്സിനകത്ത് വാട്ട്സ്ആപ്പ് ബ്രോ എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ മെസ്സേജ് ഈസ് ഈക്വൽ ടു, അപ്പോൾ മെസ്സേജ് എന്ന് പറയുന്നതാണ് അസൈൻമെൻറ്റ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ വാട്ട്സ്ആപ്പ് ബ്രോ എന്നുള്ളത്. ഈ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സ്റ്റോർ ആവുക. ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും ഈ കാണുന്ന ഈ വാട്ട്സ്ആപ്പ് ബ്രോ എന്നുള്ള സ്ട്രിങ് അവിടെ സ്റ്റോർ ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ n ഈസ് ഈക്വൽ ടു, കണ്ടെയ്ൻ ചെയ്യുന്നത് ഈ 23 എന്നുള്ള ഇൻറ്റീജറിനെയാണ് n കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൈ കണ്ടെയ്ൻ ചെയ്യുന്നതോ ഈസ് ഈക്വൽ ടു കൊടുത്ത് നമ്മൾ പൈ എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്യുമ്പോഴത്തേക്കിനും അത് കണ്ടെയ്ൻ ചെയ്യുന്നത് ഈ 2345 23.2345 എന്ന് പറയുന്ന ഈ ഡെസിമലിന് ശേഷമുള്ള ഇത്രയും കാര്യങ്ങളെയാണ് ഈ പ്ലോട്ടിംഗ് പോയിൻറ്റിനെയാണ് ഈ പ്ലോട്ടിനെയാണ് ഈ പൈ എന്ന് പറയുന്നത് അസൈൻ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് പ്രിൻ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, നമുക്കത് ഇങ്ങനെ പറഞ്ഞു പോയാലും നന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക പൈതണിൽ നമുക്ക് ഐഡിയലിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ജസ്റ്റ് എൻ്റർ കൊടുത്തു. അത് നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല. ഓക്കെ, എന്നിട്ടും അതിൽ എറർ വരുന്നുണ്ട്. അതെന്താണ്? ഡിക്റ്റഡ് അറ്റ് ലൈൻ. അപ്പം നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കാം. മെസ്സേജ് ഈസ് ഈക്വൽ ടു സ്പേസ് കോളൻ വാട്ട്സ്ആപ്പ് ബ്രോ ക്വസ്റ്റ്യൻ മാർക്ക് കോഡ്സ് എൻ്റർ. ഓക്കെ, നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടാണ് വരാഞ്ഞത്. ഓക്കെ, അത് എൻ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് n ഈസ് ഈക്വൽ ടു 23 അതാണ് നമുക്ക് വരേണ്ടത്. അപ്പം ഇതിന് ജസ്റ്റ് നമുക്ക് എന്താ പറയുക നമ്പേഴ്സിന് കോഡ്സ് കൊടുക്കേണ്ട കാര്യമില്ല, ബ്രാക്കറ്റ് മാത്രം കൊടുത്താൽ മതി. ഇനി അടുത്തത് പൈ ഈസ് ഈക്വൽ ടു സോറി, നമ്മൾ ഈ 23യുടെ അവിടെ ബ്രാക്കറ്റ് കൊടുക്കേണ്ട കാര്യം ഇല്ലായിരുന്നു, അത് എററായിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. പൈ ഈസ് ഈക്വൽ ടു 23.23
3.3456. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻ്റ് സ്പേസ് ഓപ്പൺ ബ്രാക്കറ്റ് മെസ്സേജ് എന്നേ കൊടുക്കത്തുള്ളൂ. നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ ആ പ്രിൻ്റ് കിട്ടണമെങ്കിൽ കൊടുക്കുന്നത് പ്രിൻ്റ് സ്പേസ് ഓപ്പൺ ബ്രാക്കറ്റ് കോഡ്സ് എന്താണോ പ്രിൻ്റായി വരേണ്ടത്. ഇപ്പോൾ വാട്സാപ്പ് ബ്രോ എന്നാണ് വാട്സാപ്പ് ബ്രോ എന്ന് ടൈപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കോഡ്സ് ക്ലോസ് ചെയ്ത് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇട്ട് എൻ്റർ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത്രയും ചെയ്ത് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കിനും വരുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ n ഈസ് ഈക്വൽ ടു പ്രിൻ്റ് ഈസ് ഈക്വൽ ടു n 23 വന്നു. ഇനി അടുത്തത് പ്രിൻ്റ് ഈസ് ഈക്വൽ ടു ഓപ്പൺ ബ്രാക്കറ്റ് പൈ ക്ലോസിംഗ് ബ്രാക്കറ്റ്. നമുക്ക് ആ ഒരു ആൻസർ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ എന്താ പറയുക അസൈൻമെൻറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റുകൾ. ഇപ്പം നമ്മളിങ്ങനെ അസൈൻ ചെയ്ത് ഇപ്പോൾ ഈ അസൈൻ ചെയ്യുക എന്ന് പറഞ്ഞത് സ്റ്റോർ ആകും. ഇപ്പോൾ നമ്മളിവിടെ ഈ ടൈപ്പ് മെസ്സേജ് ഈസ് ഈക്വൽ ടു എന്നിങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓക്കെ, ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും അതവിടെ സ്റ്റോർ ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്, ജസ്റ്റ് പ്രിൻ്റ് എന്നും പറഞ്ഞ് അങ്ങ് കൊടുത്താൽ പോരെ വരൂലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ വലിയൊരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഇപ്പം എന്ന് പറയുന്നത് 23 എന്ന് പറയുന്ന നമ്പർ അല്ലെങ്കിൽ ഈ വാട്സാപ്പ് ബ്രോ എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് അത് പല സ്ഥലത്ത് വിസിബിൾ ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തും അത്ര അടിക്കാൻ പറ്റും. അതായിരിക്കത്തില്ല. ഇപ്പോൾ വരുന്നത് ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കിനും ഗുഡ് മോർണിംഗ് ഗായ്സ് യു ആർ വെൽക്കം ടു ദ സോ ആൻഡ് സോ കമ്പനി ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പാരഗ്രാഫ് ആയിരിക്കും. ആ ഒരു പാരഗ്രാഫിനായിരിക്കും നമ്മൾ മെസ്സേജ് എന്ന് പറയുന്ന ലെറ്റേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ അടുത്ത ഒരു പേജിലോട്ട് മാറുകയാണ്, ആ വെബ്സൈറ്റിൻ്റെ അടുത്ത പേജിലോട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അടുത്തൊരു പേജിലോട്ട് മാറുമ്പോഴും ഇത് തന്നെ വരണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഓപ്പൺ ബ്രാക്കറ്റ് മെസ്സേജ് ക്ലോസിംഗ് ബ്രാക്കറ്റ് എൻ്റർ കൊടുത്താൽ മതി. ഇന്ന സ്ഥലത്ത് ഇന്നത് ലൈൻ എന്ന് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മതി. അപ്പോൾ അത്രയും ടൈപ്പ് ചെയ്യുന്ന നമുക്ക് ആ ടൈം അവിടെ നമുക്ക് കുറഞ്ഞ് കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റാണ് ഓരോ കോഡിലും ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഓരോന്നും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുമ്പോഴേ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ പറയുക അസൈൻമെൻറ്റിനും വേരിയബിളും നോക്കി. പിന്നെയുള്ളതാണ് ഈ കീവേഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ താഴെ കൊടുത്തിരിക്കുന്ന 29 കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും വേരിയബിളായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. കാരണം ഇതിന് ഓരോന്നിനും ഓരോ ഉപയോഗം നമ്മുടെ ഇതിൻ്റെ ഡീപ്പ് ഇൻറ്റീരിയറിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോഴത്തേക്കിനും ഓരോ വാക്കിനും ഓരോ ഉപയോഗങ്ങളുണ്ട്. ഇപ്പോൾ ആൻഡ് ആണെങ്കിലും ഡെഫ് ആണെങ്കിലും ഈഫാണ്. ഈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ എൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ്, അങ്ങനെ ഒരുപാട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബ്രറി കോഡ്സിനെ ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള. അപ്പോൾ ഇതിനെയൊന്നും നമ്മൾ എടുത്ത് അസൈൻ ചെയ്ത് വെക്കല്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇല്ലീഗലായിട്ട് മാറും. ഓക്കെ, ഇല്ലീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് മീനിങ് അല്ല, ഇല്ലീഗൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറും. നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. സിൻടാക്സ് എറർ ഇല്ലീഗൽ സ്റ്റേറ്റ്മെൻ്റ് എന്നും പറഞ്ഞാൽ അവിടെ കാണിക്കും. ഓക്കെ, ഓൾറൈറ്റ്, അതാണ് അതിനടുത്ത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എന്താണെന്നുള്ളതാണ്. ഇപ്പം സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻസ്ട്രക്ഷനാണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. അത് എനിക്ക് ഇന്നത് വേണം എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ ഒരു ഇത് അവിടെ വരിക എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ അതിനൊരു ഔട്ട്പുട്ട് ഒരു റിസൾട്ട് ഉണ്ടാകത്തില്ല. ഓക്കെ, അതാണ് അതിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു വാല്യൂ നമ്മൾ കൊടുത്തിട്ട് അത് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരിക്കലും റിസൾട്ട് വരത്തില്ല. എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് മാത്രമേ വരത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നുകൊണ്ട്
ഉദ്ദേശിക്കുന്നത്. അതിനിപ്പം കൂടുതൽ എക്സാമ്പിളായിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് നമ്മുടെ ഈ സ്ക്രിപ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസിങ് ബ്രാക്കറ്റ് 1 ഇട്ടു, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. ഓക്കെ, എന്നാൽ x ഈസ് ഈക്വൽ ടു 2 എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തു. എന്നിട്ട് പ്രിൻ്റ് ഓപ്പൺ ബ്രാക്കറ്റ് എക്സ് ക്ലോസിങ് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ വന്നു. നമ്മൾ എന്താണോ കൊടുത്തത് അതേ വരുന്നുള്ളൂ, അല്ലാതെ അതിനകത്ത് വേറൊരു ഔട്ട്പുട്ടോ ഒന്നുമില്ല. നമ്മളവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സാധനം, സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ സ്റ്റോർ ചെയ്ത് വെച്ച് ആ സാധനം ജസ്റ്റ് നമുക്കൊന്ന് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനൊരു റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് വാല്യൂസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, അസൈൻമെൻറ്റ്സ്, അതുപോലെ തന്നെ വാല്യൂസിനകത്തെ 2 ടൈപ്പ് നോക്കി. എന്തൊക്കെയാണ് നോക്കിയത്? വാല്യൂസിനകത്ത് നമ്മൾ നോക്കിയത് സ്ട്രിങ്സ്, ഇൻറ്റീജർ നോക്കി, ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്താണെന്നുള്ളത് നോക്കി, അതുപോലെ തന്നെ വേരിയബിൾസ് എന്താണെന്നുള്ളത് നോക്കി, അതുപോലെ നമ്മളിപ്പോൾ മെസ്സേജ് നമ്മൾ സ്റ്റോർ ചെയ്ത് വരുന്ന ആ ഒരു ഇത് അസൈൻമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നോക്കി. പിന്നെ വേരിയബിൾ ആകാൻ പാടില്ലാത്ത കീവേഡ്സുകൾ നമ്മൾ നോക്കി. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതും പറഞ്ഞു. ഇനി ഞാൻ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത് തുടങ്ങുക മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട് അതിൽ ഷെയർ ചെയ്യുക. ഞാനത് അതിനുള്ള ആൻസേഴ്സ്, നിങ്ങളുടെ ഡൗട്ടിനുള്ള സൊല്യൂഷൻസ് റിപ്ലൈ തരുന്ന രീതിയിലൊരു ടെലഗ്രാം ചാനൽ ഞാൻ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് ഉടനെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ. അതിൻ്റെ അടുത്തൊരു പാർട്ട് നെക്സ്റ്റ് വീക്കിൽ തന്നെ, നെക്സ്റ്റ് സൺഡേ തന്നെ അടുത്ത പാർട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, ബൈ, ടേക്ക് കെയർ.